ഇടുക്കി ഉടുമ്പൻചോലയിൽ മധ്യവയസ്കരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠൻ ചികിത്സയിലാണ്. 3 പേർ ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ച് റോഡിൽ ഉപേക്ഷിച്ചെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരാളെ കസ്റ്റഡിയിലെടുത്തെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിനെ, ഇത് എന്താണ് സംഭവം? ഇയാൾ എന്തിനാണ് ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നത്? ആരാണ് അക്രമത്തിന് ഇരയായിരിക്കുന്നത്? ഇയാളുടെ പരിക്ക് എങ്ങനെയാണ്? ആരോഗ്യനില എങ്ങനെയാണ്? വിവരങ്ങൾ. ശ്യാമിലി, ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോട് കൂടിയാണ് 3 പേരടങ്ങുന്ന സംഘം ബൈക്കിലെത്തി ഇയാളെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാളെ പിന്നീട് റോഡിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ പോലീസിനെ വിളിച്ചു അറിയിച്ചതിനെ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് 3 പേർ വാഹനത്തിൽ അല്ലെങ്കിൽ ബൈക്കിൽ വന്ന് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ്. ഇവർ തമ്മിൽ മുമ്പ് പരിചയമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന. ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അയാളെ സംബന്ധിച്ച് കൃത്യമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇതെന്താണ് ഇതിന് പിന്നിൽ സംഭവങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവർ തമ്മിൽ മുൻ പരിചയമുള്ളവരാണ്. ഇയാളുടെ ഈ പരിക്കേറ്റ മണികണ്ഠൻ എന്ന ആളുടെ അയൽവാസികൾ ആണ് എന്നുള്ള സംശയമാണ് പോലീസിനെ ബലപ്പെടുന്നത്. അതിൽ ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇപ്പോഴും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. മണികണ്ഠനെ മൊഴിയെടുത്തിട്ടുണ്ട്. മണികണ്ഠനെ മൊഴിയെടുത്തപ്പോഴാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. ഇവർ തമ്മിൽ പരിചയമുണ്ട് എന്നുള്ള കാര്യത്തിൽ നേരത്തെ അത്തരത്തിലൊരു മൊഴി കൊടുക്കുന്നത്. വെട്ടിപ്പരിക്കേൽക്കുക, ഇടത് കൈയും വലിയ ഗുരുതരമായ പരിക്കാണ് ഉള്ളത്. ഇയാളെ വെട്ടി റോഡിലിടുകയായിരുന്നു. പിന്നീട് റോഡിൽ നിന്ന് നാട്ടുകാരാണ് എടുത്ത പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ് മണികണ്ഠൻ. ശരി, ആൽവിൻ തോമസ് വിവരങ്ങൾ നൽകിയത്.